നമസ്കാരം, അമൃതാണ്. മധുവിധു സിനിമ കണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത്, സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിലും ഒരു ലക്കിയസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ഷറഫുദ്ദീനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ വന്ന സിനിമകളായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈസ് ചോയ്സ് ഓഫ് മൂവീസ് ആയിരുന്നാലും, മേ ബി ആ ഒരു സെലക്ഷൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കാം. പിന്നെ അതിനുപരി ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയും, കോമഡി ആണെങ്കിൽ കോമഡി, അത്യാവശ്യം സീരിയസ് ഡ്രാമയാണെന്നുണ്ടെങ്കിൽ അതും ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനെയും വളരെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ്. മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു സെലക്ഷൻ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു സക്സസ്. എന്തായിരുന്നാലും ഈ മൂവി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് പ്രധാന കാരണം ഇതൊരു കോമഡി ഫാമിലി എൻ്റർടൈനറാണ്, ഒരു സൈഡിൽ കൂടെ ഡ്രാമയുണ്ട്, എല്ലാം കൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ കോമഡി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ സഞ്ജു മധു, അദ്ദേഹത്തിൻ്റെ കൗണ്ടറുകളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. തുടക്കത്തിൽ ഒരു ചെറിയൊരു ഗ്രിപ്പിംഗ് ഇഷ്യൂ ഫീൽ ചെയ്തു, പക്ഷേ എങ്കിലും പിന്നീട് മൂവി അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാവരും നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ട് മികച്ച പെർഫോമൻസിലോട്ടങ്ങ് മാറി. എല്ലാവരും അങ്ങ് ട്രാൻസ്ഫോം ആയി, അല്ലെങ്കിൽ എല്ലാവരും ആ സിനിമയിലോട്ടങ്ങ് ഇന്നായി. അതോടെ നമുക്ക് പ്രേക്ഷകർക്കും സിനിമയിലോട്ടങ്ങ് ഇന്നാകാൻ കഴിഞ്ഞു. പ്രേക്ഷകർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിലും എനിക്കത് നന്നായിട്ട് വർക്കായി. കോമഡി വർക്കാവുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, അതായത് നമ്മൾ 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ തിയേറ്ററിൽ കയറുന്നത്. അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് അതൊരു ആത്മനിർവൃതി തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. അതുപോലെ എഴുതിയിരിക്കുന്നത് ബിപിൻ മോഹനും ജയ് വിഷ്ണുവാണ്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ ആ ഓരോ കോമഡി സീൻസിനെയൊക്കെ എലിവേറ്റ് ചെയ്യുന്നതിലൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു നല്ല റോളുണ്ടായിരുന്നു. ചെയ്തിരിക്കുന്നത് കമ്പോസർ ഹിഷാം അബ്ദുൾ വഹാബ്. അതാണ്. പാട്ടുകളുമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ ഓവറോൾ അടിപൊളി. പിന്നെ ഇതിലെ ആക്ടേഴ്സ്, ഇതിനകത്ത് ബിന്ദു പണിക്കറുണ്ട്. ബിന്ദു പണിക്കരുടെ മകളാണ് ഇതിൻ്റെ ലീഡ് ആക്ട്രസ്. പുള്ളിക്കാരത്തി നന്നായിട്ട്, ഒരു അമച്ചർസ് ആദ്യമായിട്ട് അഭിനയിക്കുന്നതായിട്ടുള്ളൊരു ഇതും ഫീൽ ചെയ്തില്ല. പിന്നെ ബിന്ദു പണിക്കരുടെ ഒരു ആക്ടിങ് മികവ് നമുക്കറിയാമല്ലോ. ആ ഒരു ട്രെയിറ്റൊക്കെ കൊണ്ടായിരിക്കും പുള്ളിക്കാരത്തി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഒരു നെപ്പോ കിഡായിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. പിന്നെ സായ് കുമാറുണ്ട്. അതുപോലെ ജഗദീഷ് ഏട്ടനൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അസീസ് നെടുവങ്ങാട് നല്ല കോമഡി, ഒരു നല്ല ത്രൂഔട്ട് സിനിമയിലുള്ള ഒരു കഥാപാത്രമാണ്. നന്നായിട്ട് കോമഡി വർക്കായിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ. അതുപോലെ ആളും ഈ സഞ്ജു മധുവും കൂടെയൊക്കെയുള്ള ഒരു കോമ്പിനേഷനാണ്, നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷറഫുദ്ദീൻ പിന്നെ പറയേണ്ടതില്ല. ഷറഫുദ്ദീൻ്റെ ആ ഒരു കോമഡി ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷറഫുദ്ദീനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. പക്ഷേ അദ്ദേഹം ഈ കോമഡിയൊക്കെ ചെയ്യുന്നതിനിടയിലും അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സൈഡിലുള്ള മാനറിസംസ് ആയിരുന്നാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഫേസിൽ ഇങ്ങനെ മിന്നി പറയുന്നുണ്ട്. അതൊരു ഭയങ്കര കഴിവാണ്, ഒരു നല്ല ടാലൻ്റാണ്. മേ ബി ആ ഒരു ടാലൻ്റാണ് ഷറഫുദ്ദീനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഒരു ചെറിയൊരു കോമഡി പീസായിട്ട് വന്ന ഒരു ആക്ടർ പ്രേമത്തിൽ കണ്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം നമ്മുടെ മനസ്സിലൊന്ന് രജിസ്റ്റർ ആയതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ലക്ക് കൊണ്ട് തന്നെയാണ് അൽഫോൺസ് പുത്രനിലൂടെ സിനിമയിൽ വരാനും സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സിനിമ നല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാനൊരു പ്രിഫറൻസ് വെച്ച് പോയി കാണാറുണ്ട്. കാരണം എവിടെയൊക്കെയോ സിനിമ വർക്കാവും. ഒരിക്കലും സിനിമ അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ പൊട്ടിപ്പോകത്തില്ല. അതൊരു അഷ്വറൻസ് ആണ്. ഷറഫിൻ്റെ മൂവീസിൻ്റെ ഒരു ഗ്യാരണ്ടി ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഓവറോൾ പറയാനുള്ളത്, ഒരു നല്ല ഫാമിലി എൻ്റർടൈനറാണ്. വലിയ സംഭവമൊന്നും പറയുന്നില്ല, നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. നല്ല കോമഡി ത്രൂ ഔട്ട്, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കോമഡി ഉണ്ട്. പിന്നെ റൈറ്റിംഗ് നല്ലതായിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു മൂല്യം കൊണ്ടാണ് സിനിമ നന്നായിട്ട് വർക്കായിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഡയറക്ഷൻ്റെ ഒരു ക്വാളിറ്റി, അതുപോലെ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ളൊരു നല്ല സിനിമാറ്റോഗ്രഫി, പിന്നെ എല്ലാ ആക്ടേഴ്സിൻ്റെ ഒന്നിനൊന്ന് മികച്ച ഒരു പ്രകടനം. അതായത് ഒരു കുടുംബ ചിത്രമാണ്, അതായത് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും ആയിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിലേറ്റബിൾ ആണ്. ഭയങ്കര രസമായിട്ട് തന്നെ അത് എടുത്തു വെച്ചിട്ടുമുണ്ട്. സോ എനിക്ക് മൂവി ഒത്തിരി വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 8 റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.